UDF ജില്ലാ ചെയർമാനായി മുൻ MLA TV ചന്ദ്രമോഹനെ നിയമിച്ചു. 8 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് പുതിയ ചെയർമാനെ നിയമിച്ചത്. പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തുനിന്നുള്ളവരുമായ ബന്ധം പുതിയ ചുമതലാ നിർവഹണത്തിന് സഹായിക്കുമെന്ന് നിയുക്ത UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ. PC ചാക്കോ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് രാജി. പേരാമംഗലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തകർത്ത് 7 ലക്ഷം രൂപ കവർന്നു. കൊടകര പെരിങ്ങാകുളത്ത് വീട്ടിൽ നിന്ന് 53 പവൻ സ്വർണ്ണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാനയെ വാടാമുറി വനത്തിൽ കണ്ടെത്തി. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി മയക്കുവെടിവെച്ച് കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റിയേക്കും. മാമാങ്കത്തിനൊരുങ്ങി മച്ചാട്. കൂറയിടൽ ചടങ്ങ് നടന്നു. ഈ മാസം 18-നാണ് മച്ചാട് മാമാങ്കം. കുറ്റിയങ്കാവ് ക്ഷേത്രത്തിലെ വേലപ്പോത്സവം ആവേശമായി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മുൻ MLA TV ചന്ദ്രമോഹനെ UDF ജില്ലാ ചെയർമാനായി നിയമിച്ചു. 8 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് പുതിയ ചെയർമാനെ നിയമിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളെ തുടർന്ന് MP വിൻസെന്റ് UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. സമവായ ചർച്ചയ്ക്കൊടുവിലാണ് പുതിയ ചെയർമാനെ നിയമിച്ചത്. തലശ്ശേരിയിൽ നിന്ന് ഉപരിപഠനാർത്ഥം തൃശൂരിലെത്തിയ ചന്ദ്രമോഹൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുരംഗത്ത് സജീവമായത്. 4 പതിറ്റാണ്ടായി തൃശൂരിലെ കോൺഗ്രസ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അമരത്തുള്ള അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിലൂടെ പൊതുസമൂഹത്തിലെ സൗമ്യ സാന്നിധ്യമാണ്. 1991 മുതൽ 2001 വരെ തുടർച്ചയായി 10 വർഷം കുന്നുകുളം നിയോജകമണ്ഡലം MLA ആയിരുന്നു. 2 തവണ ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തുള്ളവരുമായി ബന്ധം പുതിയ ചുമതലാ നിർവഹണത്തിന് സഹായിക്കുമെന്ന് നിയുക്ത ജില്ലാ UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ TCBയോട് പറഞ്ഞു. ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിലൂടെ ഐക്യജനാധിപത്യ മുന്നണിയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നല്ല വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും TV ചന്ദ്രമോഹൻ വ്യക്തമാക്കി. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണെങ്കിലും എനിക്കതിൽ ആശങ്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഭ്രമോ ഇല്ല. കാരണം ഒന്ന്, പാർട്ടിയിൽ അങ്ങനെ ഘടകകക്ഷികളിലോ കോൺഗ്രസിലോ അത്ര രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഇല്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലായാലും അസംബ്ലിയിലായാലും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയില്ലെങ്കിലുള്ള പ്രയാസങ്ങൾ നന്നായി അവർക്ക് അറിയാവുന്ന ആളുകളാണ്. ജില്ലയിലെ കോൺഗ്രസിലെ എല്ലാ മേഖലയിലുമുള്ള നേതൃത്വത്തിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ട് ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് എത്രത്തോളം വിജയകരമാവും എന്നുള്ള നിലയ്ക്കല്ല, എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. ന്യൂസ് ഡെസ്ക് TCB. NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം PC ചാക്കോ രാജിവെച്ചു. പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് PC ചാക്കോയുടെ രാജി. രാജിക്കത്ത് പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കൈമാറി. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ ശ്രമിച്ച ചാക്കോ സ്വയം ഒഴിയുകയായിരുന്നു. അതേസമയം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് ചാക്കോ തുടരും. PC ചാക്കോ രാജിവെച്ച സാഹചര്യത്തിൽ ഈ മാസം 18-ാം തീയതി ചേരാനിരുന്ന NCP നേതൃയോഗം മാറ്റിവെച്ചു. തോമസ് K. തോമസിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പേരാമംഗലത്ത് കാറിന്റെ ചില്ല് തകർത്ത് 7 ലക്ഷത്തോളം രൂപ കവർന്നു. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. തൃശൂരിലെ AS ട്രേഡേഴ്സ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ പേരാമംഗലം സ്വദേശി കടവിൽ ജോർജിന്റെ വാഹനത്തിൽ നിന്നാണ് പണം കവർന്നത്. രാത്രി കടയടച്ചതിനു ശേഷം വീട്ടിലേക്ക് വരുന്നതിനിടെ പേരാമംഗലം പള്ളിയിൽ പോയി തിരികെ വന്നപ്പോഴാണ് കാറിന്റെ ചില്ല് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. AS ട്രേഡേഴ്സ് സ്ഥാപന ഉടമ സ്ഥലത്ത് ഇല്ലാത്തതിനെ തുടർന്നാണ് ജീവനക്കാരനായ ജോർജ് കളക്ഷൻ പണം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കാറിന്റെ ഇടതുവശത്തെ ചില്ല് തകർത്താണ് മോഷ്ടാവ് പണം കവർന്നത്. പേരാമംഗലം പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊടകര പെരിങ്ങാകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് 53 പവൻ ആഭരണങ്ങൾ കവർന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പെരിങ്ങാകുളം കൈപ്പള്ളി രാധാകൃഷ്ണന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി കവർച്ച നടന്നത്. കിടപ്പുമുറിയുടെ ജനൽ കമ്പികൾ അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വീട്ടുടമ സ്ഥലത്തുണ്ടായിരുന്നില്ല. കവർച്ച നടന്നറിഞ്ഞ് വീട്ടുടമ നാട്ടിലെത്തിയിട്ടുണ്ട്. പരിസരത്തെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചുവെങ്കിലും നിർണായകമായ തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നാണ് വിവരം.
മസ്തകത്തിൽ മുറിവിന് ചികിത്സ നൽകി വനപാലകർ വിട്ടയച്ച കാട്ടാനയെ അതിരപ്പള്ളി വാടാമുറി വനത്തിൽ കണ്ടെത്തി. തീറ്റയെടുക്കലും വെള്ളം കുടിക്കലുമെല്ലാം ആന കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് നിരീക്ഷണ സംഘം അറിയിച്ചു. അതേസമയം ആനയെ വിദഗ്ധ ചികിത്സയ്ക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷൻ പ്രദേശത്തുനിന്നും മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റുവാനാണ് വനപാലകരുടെ ശ്രമം. 2 വർഷം മുൻപ് അരിക്കൊമ്പന് വേണ്ടി നിർമ്മിച്ച ആനക്കൂട്ടിലേക്ക് മാറ്റുവാനാണ് നീക്കം നടക്കുന്നത്. ഇതിനായി ആനക്കൂടിന്റെ പരിശോധന അടുത്ത ദിവസം നടക്കും. വൈൽഡ് വെറ്ററിനറി ചീഫ് ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയുടെ നിർദ്ദേശപ്രകാരമാണ് കൂട് പരിശോധിക്കുന്നത്. ആനക്കൂടിന് ബലക്ഷയ ഉണ്ടെങ്കിലും യൂക്കാലി മരങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ആനക്കൂട് നിർമ്മിക്കേണ്ടി വരും. ആനക്കൂടിന്റെ കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം മാത്രമായിരിക്കും ആനയെ പിടികൂടുക. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ മാമാങ്കം കൂറയിടൽ ചടങ്ങ് നടന്നു. 18കാവ് വേലയിലെ അരക്കാവ് മാമാങ്കം കൂറയിടലാണ് ഐതിഹ്യം. ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്ന പുന്നമ്പറമ്പ് തട്ടകമാണ്. തട്ടകത്ത് നിന്ന് മുറിച്ചെടുത്ത പച്ചമുള ആർപ്പുവിളികളോടെ തട്ടക നിവാസികൾ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചതോടെ കുറയിടൽ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് മുളകേറി അലകുകളാക്കി പടി രൂപത്തിലാക്കി വടക്കേ നടയിൽ സ്ഥാപിച്ചതോടെ മാമാങ്കം കൂറയിട്ടു. ശങ്കരനാരായണൻ, മകൻ പ്രവീൺ, രാജീവ് എന്നിവരാണ് ദേശത്തെ തച്ചന്മാർ. മാമാങ്ക കമ്മിറ്റി പ്രസിഡന്റ് അശ്വിനി കണ്ണൻ, സെക്രട്ടറി TS ജയൻ, ട്രഷറർ നന്ദകുമാർ, ജനറൽ കൺവീനർ MS ജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 18-ാം തീയതിയാണ് മച്ചാട് മാമാങ്കം. കൊയ്തൊഴിഞ്ഞപ്പാടത്ത് പൂരാവേശം നിറച്ച് കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം ആഘോഷിച്ചു. കരിവീരന്മാരും വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ആവേശമായി മാറി. തുടർന്ന് മിണാലൂർ, അമ്പലപുരം, തിരുത്തിപ്പറമ്പ് എന്നീ ദേശങ്ങളുടെ പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. 5 ആനകളുടെ അകമ്പടിയോടെ നടന്ന മിണാലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് കൊമ്പൻ ഊക്കൻസ് കുഞ്ചു തിടമ്പേറ്റി. ചോറ്റാനിക്കര നന്ദപ്പന്മാർ നയിച്ച പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. 7 ആനകളുടെ അകമ്പടിയോടെ നടന്ന തിരുത്തിപ്പറമ്പ് ദേശത്തിന്റെ എഴുന്നള്ളിപ്പിൽ പാറമേക്കാവ് കാശിനാഥൻ തിടമ്പേറ്റി. കോങ്ങാട് മധു നയിച്ച പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. തുടർന്ന് നടന്ന കൂട്ടിയ എഴുന്നള്ളിപ്പിന് ചുവലൂർ മോഹനവാര്യർ നയിച്ച മേളം അകമ്പടിയായി. പീലിക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടിയ വിയൂർ മണലാർകാവ് ദേവീക്ഷേത്രത്തിലെ വേലമഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നു. തുടർന്ന് നാഗസ്വരം, ശിങ്കാരിമേളം തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടെ 9 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. 5 ആനകളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. മേള പ്രമാണിച്ച് ചെറുശ്ശേരി കുട്ടന്മാരാർ നയിച്ച മേളവും ചോറ്റാനിക്കര സുഭാഷ് മാരാർ നയിച്ച പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. അതിരപ്പള്ളി ചൂളക്കടവിൽ മ്ലാവിനെ വകവരുത്തിയ കേസിൽ 2 പേരെ കൂടി വനപാലകർ അറസ്റ്റ് ചെയ്തു. കടുപ്പശ്ശേരി സ്വദേശികളായ പരിപ്പുള്ളി മെൽവിൻ പെന്നി, തൊമ്മാനവെട്ടിൽ മണി എന്നിവരെയാണ് ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബർ 1-നായിരുന്നു സംഭവം. വൈശ്ശേരിയിലെ സുഹൃത്ത് ഗോപിയുടെ വീട്ടിലെത്തിയ പ്രതികൾ പിന്നീട് നാടൻ തോക്കുകളുമായി വനത്തിൽ കയറി മ്ലാവിനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. കേസിലെ പ്രതിയായ ഗോപിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ അയനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അയനം A. അയ്യപ്പൻ കവിതാ പുരസ്കാര സമർപ്പണ സമ്മേളനം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. സാഹിത്യവും കലയും ഘടനാപരമായി പൊളിച്ചെഴുതി ഇന്ദ്രിയാനുഭവമാക്കി മാറ്റാതെ ഇക്കാലത്ത് കവിതയ്ക്കും സാഹിത്യത്തിനും നിലനിൽക്കാനാവില്ലെന്ന് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കവി PP രാമചന്ദ്രൻ പറഞ്ഞു. ലോക കവിതയെയും മലയാള കവിതയെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സൈബർ സ്പേസിലെ കവികൾക്ക് സാധിച്ചു. പുതിയ കവിതയിൽ സയൻസിന്റെ സ്വാധീനവും ഫിലോസഫിയും പ്രബലമാണ്. ഭാഷാധ്യാപകരായ കവികൾക്ക് സാധിക്കാത്ത ഒന്നാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാഹിത്യ അക്കാദമി വൈലപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ അൻവർ അലി അധ്യക്ഷത വഹിച്ചു. 13ാമത് അയനം A. അയ്യപ്പൻ കവിതാ പുരസ്കാരം സത്യമായും ലോകമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് PT വിനോദിന് PP രാമചന്ദ്രൻ സമ്മാനിച്ചു. കവികളായ MS ബനേഷ്, സുബീഷ് തെക്കൂട്ട്, TG അജിത, കലാ സജീവൻ, അയനം ഭാരവാഹികളായ TP ബെന്നി, US ശ്രീ ശോഭ് തുടങ്ങിയവർ സംസാരിച്ചു.
സുജീഷ് കവിത മലയാള കവിത കാരണം സുഖയെന്ന് പറഞ്ഞിട്ട് ഈ കവിതകളുടെ അവതരണം. പാമ്പാടി ഐവർ മഠം ശ്മശാനത്തിന് സമീപത്തുള്ള പുഴയിൽ മധ്യവയസ്കൻ മുങ്ങിമരിച്ചു. ചെന്നൈ സ്വദേശിയായ 53 വയസ്സുള്ള കെ രാമനാഥനാണ് ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിന് ശേഷം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടത്. ആലത്തൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പഴയന്നൂർ SI പൗലോസിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം വീണ്ടും നടത്തുന്നതിന് പോലീസ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. റൂറൽ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 16, 17 തീയതികളിൽ കലോത്സവത്തിലെ അവശേഷിക്കുന്ന 18 ഇനങ്ങൾ പകൽ മാത്രം നടത്തുന്നതിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് കോടതി ഉത്തരവായതും മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുള്ളതും. മാള ഹോളി ഗ്രേസിൽ കലോത്സവം വീണ്ടും നടത്തുന്നത് പോലീസ് നിയന്ത്രണത്തിലായിരിക്കും. കലോത്സവ സ്ഥലത്ത് പ്രവേശിക്കുന്നതും പുറത്തുപോകലും പോലീസ് നിയന്ത്രിക്കുന്ന വഴിയിലൂടെയാകും. പ്രവേശനം നിയന്ത്രിക്കും. പങ്കെടുക്കുന്നവരുടെ രക്ഷിതാക്കൾക്കും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും അധ്യാപകർ എന്നിവർക്കും തിരിച്ചറിയൽ കാർഡ് അധികൃതർ നൽകണം. സംയുക്ത ആഭ്യന്തര കമ്മിറ്റി രൂപീകരിക്കണം. എല്ലാ സ്റ്റേജുകളിലും വഴികളിലും പ്രധാന ഭാഗങ്ങളിലും സംഘാടകർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണം. കലാപരിപാടികൾ രാവിലെ 9 തുടങ്ങി വൈകിട്ട് 5 അവസാനിക്കുന്ന വിധത്തിൽ സംഘാടകർ ക്രമീകരിക്കണം. അഗ്നിരക്ഷാസേനയും ഡോക്ടർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘം സ്ഥലത്തുണ്ടാകണം. പരിപാടിയുടെ മുഴുവൻ സമയവും അപ്പീൽ കമ്മിറ്റി അംഗങ്ങൾ സ്ഥലത്തുണ്ടാകണം. അനധികൃത കടകളും വഴിയോര കച്ചവടങ്ങളും കോളേജ് ക്യാമ്പസിലും പരിസരത്തും അനുവദിക്കില്ല. പരിപാടിയുടെ ഭാഗമല്ലാത്ത ആരെയും വേദിയുടെ പരിസരത്ത് പോലും അനുവദിക്കില്ലെന്ന് പോലീസ് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. പകുതി വില തട്ടിപ്പ് കേസിൽ പ്രാഥമിക വിവരശേഖരണം തുടങ്ങി ക്രൈംബ്രാഞ്ച്. ജില്ലകളിലെ പരാതികൾ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. ഓരോ ജില്ലകളിൽ നിന്നും വന്ന പരാതികൾ പരിശോധിച്ചതിന് ശേഷം മൊഴിയെടുക്കേണ്ടവരുടെ വിശദമായ പട്ടിക തയ്യാറാക്കും. തുടർന്നാകും അന്വേഷണത്തിലേക്ക് കടക്കുക. മുഖ്യപ്രതി അനന്തുവിന്റെ ബാങ്ക് അക്കൌണ്ടുകളുടെ പരിശോധനയും അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും റിമാൻഡിലുള്ള അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. സംസ്ഥാനത്ത് മാർച്ച് 1 മുതൽ വാഹനങ്ങളുടെ RC ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റലാകും. RC ബുക്കുകൾ പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായി നൽകുന്നത്. വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വാഹൻ വെബ്സൈറ്റിൽ നിന്നും RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാനാകും. മാർച്ച് 1 മുതൽ RC ബുക്കുകൾ ഡിജിറ്റലാകുന്നതിന് മുന്നോടിയായി പ്രത്യേക നിർദ്ദേശങ്ങളും ഗതാഗത വകുപ്പ് നൽകുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിനുള്ളിൽ എല്ലാ വാഹന ഉടമകളും RC ബുക്കുമായി ഫോൺ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത കമ്മീഷണർ H. നാഗരാജ് പറഞ്ഞു. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകളാണ് നൽകേണ്ടതെന്നും ഓൺലൈൻ വഴി സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. നിലവിൽ ഡിജിറ്റലായാണ് ലൈസൻസ് നൽകുന്നത്. നേരത്തെ ലൈസൻസ് പ്രിന്റ് ചെയ്ത് തപാലിൽ അയച്ചിരുന്നു. ഇതൊഴിവാക്കിയാണ് ലൈസൻസ് ഡിജിറ്റലാക്കിയത്. ദേശീയപാത മണ്ണുത്തിയിൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നറിയിപ്പില്ലാതെ രാത്രിയിൽ 4 കടകൾ പൊളിച്ചു നീക്കി. ബുധനാഴ്ച പുലർച്ചെയാണ് JCB ഉപയോഗിച്ച് മണ്ണുത്തി ഫാം പടിക്ക് സമീപത്തുള്ള സുധാകരൻ, അയ്യപ്പൻ, മനോജ് എന്നിവരുടെ കരിക്ക് കടകളും മക്കാനി എന്ന തട്ടുകടയും പൊളിച്ചു നീക്കിയത്. കടയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ജീവനക്കാരൻ മണ്ണുത്തി സ്വദേശി സുരേഷ് തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. സാധനങ്ങൾ പൊളിച്ചിടുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു. സർവീസ് റോഡ് കയ്യേറിയാണ് കടകൾ പ്രവർത്തിച്ചിരുന്നതെന്നാണ് ദേശീയപാത അധികൃതർ പറയുന്നത്. എന്നാൽ കോടതി ഉത്തരവും ലൈസൻസും നേടിയാണ് കടകൾ നടത്തിയിരുന്നതെന്ന് കടയുടമകൾ പറഞ്ഞു. വർഷങ്ങളായി കച്ചവടം നടത്തിവരുന്ന വഴിയോര കച്ചവടക്കാരെ മുന്നറിയിപ്പില്ലാതെ ഒഴിപ്പിച്ചതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഇതില് ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. അയാള് ഈ സാധനം മുന്നറിയിപ്പിലാണ് അവർ വലിച്ചു പൊടിച്ച് കളഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാറ്റി കൊടുക്കാൻ ഞങ്ങൾക്ക് ഡേറ്റ് കൂടായിരുന്നു. 15-ാം തീയതി ഡേറ്റ് ഞങ്ങൾ മാറ്റി കൊടുക്കായിരുന്നു. ഒരാൾ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. ആ ആളെ പോലും വിളിക്കാതെയാണ് ഇവർ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ഇത് വലിച്ചു പിടിച്ചത്. ആ ശബ്ദം കേട്ടാണ് ചാടി രക്ഷപ്പെട്ടത്. അതിൽ ഒരു ജീവൻ ഇതിനുള്ളിൽ പോയാനെ പെട്ടെന്ന് വന്നിട്ട് ചെയ്തിട്ട് അയ്യോ എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറയല്ല ന്യായം. മുൻകൂട്ടി അറിയിക്കുന്നതായിരുന്നു. ആ ജീവൻ എവിടെ കിടന്നുകൊണ്ടാണ് അപ്രതീക്ഷിതമായി പോയതാണ്, രക്ഷപ്പെട്ടതാണ്. ഇപ്പൊ ആളുടെ ഒരു കച്ചവടം പോയിട്ടാണ്. അപ്പോൾ ഈ അധികാരം നിലനിർത്തിയിട്ട് ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഇവർ തന്നെ, ഈ ജില്ലാ കളക്ടർ അടക്കം ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇവർ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ രാത്രിയുടെ മറവിൽ ശരിക്കും മോഷണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഹൈവേക്കാർ അഴിഞ്ഞാടി മോഷണം നടത്തിയിട്ടുള്ളത്. ഇവർ പോലീസിനെ അറിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ ഇവർ JCBയും വണ്ടിയായിട്ട് വന്നിട്ട് ഒരു ആളെ ജീവനാണ് അവിടുന്ന് പൊലിഞ്ഞു പോണതാണ് അവിടുന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ആളവിടുന്ന് ഇറങ്ങി ഓടുക ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ ഞങ്ങൾ ജനങ്ങൾ എന്ത് സംവിധാനം ചെയ്യണം? അതായത് ഞങ്ങൾ അധികാരം കയ്യിലെടുക്കണോ? ഇതൊക്കെ ഇവിടുത്തെ നിയമപാലകർ പറയണം. ഷെഡ് പൊളിക്കുമ്പോൾ അവർക്ക് നോട്ടീസ് കൊടുക്കണം. 1 മാസം അവർക്ക് അതിനുള്ള സമയം കൊടുക്കണം. മാത്രമല്ല ഇവിടുത്തെ ഷെഡുകളൊക്കെ നിൽക്കുന്നത് ഈ ബൈപ്പാസ് റോഡിൻ്റെയും
അത് കഴിഞ്ഞ് നടക്കാനുള്ള വീതിയും കഴിഞ്ഞ് 1.5 മീറ്റർ അപ്പുറത്തേക്കാണ് നിൽക്കുന്നത്. നിയമപരമായിട്ട് സുപ്രീം കോടതി പോലും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിനെല്ലാം ധിക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവരിത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. ഇന്ന് ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. ഇത് ആരുടെ ഭാഗത്താണ് ഈ സൗന്ദര്യവൽക്കരണത്തിന് ഒരു ആക്കം കൂട്ടുന്നതെങ്കിൽ ഞങ്ങൾ അതിനെതിരെ കൊണ്ട് ഞങ്ങൾ സമരം നടത്തും. ഞങ്ങൾക്ക് ജീവിക്കണം. 8 വർഷം 9 വർഷമായിട്ട് ഇവിടെ കരിക്ക് വീട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ കച്ചവടം നടത്തുന്നത്. ഇവർ ഇന്നലെ വന്നവരല്ല. പിന്നെ ഹൈവേക്കാർക്ക് ഇത് എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിലും ഇവിടെ കോർപ്പറേഷൻ സമ്മതിക്കില്ല എന്നാണ് ഹൈവേക്കാർ പറയണത്. അപ്പോൾ ഞങ്ങളിതിൽ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഈ പൊളിച്ച കടകൾ ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കെട്ടുമത് ഇന്ന് തന്നെ ഞങ്ങളത് കെട്ടും. അതിൽ യാതൊരു തർക്കമില്ല. അതിലേത് അറ്റം വരെ പോകാൻ കഴിയുമെങ്കിൽ ഞങ്ങളത് പോകും. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും പാട്ട് ക്ലബ് അംഗവുമായ എം സക്കീർ ഹുസൈനെ തൃശൂർ പ്രസ് ക്ലബ് പാട്ട് ക്ലബ് അനുസ്മരിച്ചു. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് അക്ഷിത രാജ അധ്യക്ഷയായി. ചലച്ചിത്ര താരം സുനിൽ സുഗത, നാടക പ്രവർത്തകൻ KV ഗണേഷ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുന്നമ്പത്ത്, സെക്രട്ടറി ജോയ് M മണ്ണൂർ, CA പ്രേമചന്ദ്രൻ, ജേക്കബ് ബെഞ്ചമിൻ, ഫ്രാങ്കോ ലൂയിസ്, പോൾ മാത്യു, KK രവി, AV ശ്രീകുമാർ, വിനീഷ് വിശ്വം, പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, എക്സിക്യൂട്ടീവ് മെമ്പർ KA മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നാട്ടുകാർ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഗൗരീശങ്കർ ജംഗ്ഷന് പരിസരത്തുള്ള താമസക്കാരും വ്യാപാരികളുമാണ് റോഡ് നിർമ്മാണം തടഞ്ഞത്. സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കാതെ മെയിൻ റോഡ് മാത്രം നിർമ്മിക്കുന്ന കരാർ കമ്പനിയുടെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. 2 വർഷമായി തുടരുന്ന ദേശീയപാത നിർമ്മാണം പ്രദേശത്തെ താമസക്കാരെ ശ്വാസകോശ രോഗികളാക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിച്ചു. ബൈപ്പാസിൻ്റെ പണി ഇവിടെ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഈ ഗൗരീശങ്കർ സിഗ്നൽ മുതൽ ചന്തപ്പുര വരെയുള്ള പണി ഇവർ ഈ കാണട പണി തുടങ്ങിയിട്ട് ശരിക്കും ഏകദേശം 2 വർഷത്തോളമായി. 2 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ എത്ര ആൾക്കാർ ഇവിടെ ശ്വാസം മുട്ട് രോഗികളായിട്ടുണ്ടെന്ന് അറിയില്ല. അതുപോലെ ഒരു കണക്കില്ലാത്ത അത്രയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു പോയിട്ടുണ്ട്. ഇവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൻ്റെ പണി മാത്രം നടത്തിയിട്ട് സർവീസ് റോഡിൻ്റെ പണി നടത്തി തരുന്നില്ല. ഞങ്ങളിവിടെ സമരം ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ വായടക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും റോഡ് പൊടിയും പടലും പിടിച്ചു കൊടുത്ത കച്ചവടക്കാർ ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയിട്ട് മെയിൻ റോഡിൽ നടക്കുന്ന പണി തടഞ്ഞിട്ട് ഞങ്ങളെ പണി നടത്തി തരാമെന്നവരോട് ആവശ്യപ്പെട്ട്. അപ്പോൾ ഈ ശനിയാഴ്ചക്കകം സർവീസ് റോഡ് സഞ്ചാരയോഗ്യമാക്കി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും ഈ പടാകുളം സിഗ്നൽ വരെ. പക്ഷെ ഞങ്ങളുടെ ആവശ്യം അതല്ല, ഈ റോഡിൽ കൂടെ ഗതാഗതം വരണം ചന്തപ്പുര വരെ. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ശനിയാഴ്ചയ്ക്കകം സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന് കരാർ കമ്പനി പ്രതിനിധികൾ ഉറപ്പു നൽകി. സർവീസ് റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് നിർമ്മാണം വീണ്ടും തടയുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പതിയാശ്ശേരി പുഴങ്കരയിലെത്ത ആസാദിന്റെ ഭാര്യ 26 വയസ്സുള്ള സജനയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിലെ മോഡേൺ ആശുപത്രിയിൽ പ്രസവം നടന്നയുടൻ സജന ബോധരഹിതയാവുകയായിരുന്നു. ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്നോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന രോഗാവസ്ഥയാണ് സജനയ്ക്കുണ്ടായതെന്നും പ്രസവ സമയത്ത് അപൂർവമായി മാത്രമുണ്ടാകുന്ന രോഗമാണിതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ സ്വന്തമായി ഭൂമിയില്ലാത്ത അങ്കണവാടികൾക്ക് ഭൂമി കണ്ടെത്തുവാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ജില്ലയിലെ 3016 അങ്കണവാടികളിൽ 326 അങ്കണവാടികൾക്ക് സ്വന്തമായി ഭൂമിയില്ല. സ്വന്തമായി കെട്ടിടമില്ലാത്ത അങ്കണവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഭൂമി കണ്ടെത്തുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പട്ടികയുണ്ടാക്കാൻ സംയോജിത ശിശുവികസന പദ്ധതി ജില്ലാ ഓഫീസർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. യോഗത്തിൽ LSDD ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ, ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ AP സുബൈദ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു. വരവൂർ വ്യവസായ പാർക്കിൽ പറമ്പിൽ തീപിടുത്തം. തൊഴിലാളികളും ജീവനക്കാരും ചേർന്ന് തീയണയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും കഴിയാത്തതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഏകദേശം 50 സെന്റോളം പറമ്പിലെ ഉണങ്ങി നിന്നിരുന്ന പുല്ലിനാണ് തീപിടിച്ചത്.
തദ്ദേശ ദിനാഘോഷത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സംസ്ഥാനതല ബാഡ്മിന്റൺ മത്സരം മണത്തലയിൽ നടന്നു. ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ കെ മുബാറക് അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് സെക്രട്ടറി കെ രാമദാസ്, ചാവക്കാട് നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, തദ്ദേശികം ബാഡ്മിന്റൺ മത്സര ജോയിന്റ് കൺവീനർ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പരപ്പൻചാൽ കോൾപ്പടവിൽ ചണ്ടി വന്നടിഞ്ഞത് മൂലം കൃഷി നശിച്ച സംഭവത്തിൽ കൃഷിവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേരള കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്ത് ആവശ്യപ്പെട്ടു. കൃഷിനാശമുണ്ടായ പാടം സന്ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഡിസംബറിൽ പെയ്ത കനത്ത മഴയിൽ പല മേഖലകളിൽ നിന്നും മറ്റും ഒഴുക്കിൽ വന്നടിഞ്ഞ ചണ്ടിയാണ് കർഷകർക്ക് വിനയായത്. 30 ഏക്കർ നെൽപ്പാടമാണ് പടവിലുള്ളത്. ഭൂരിഭാഗം നെൽച്ചെടികളും ചണ്ടി വന്നടിഞ്ഞത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചത്. ബന്ധപ്പെട്ട കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കൃഷിനാശം വിലയിരുത്തി. സർക്കാർ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നും കർഷക സംഘം നേതാക്കൾ ആവശ്യപ്പെട്ടു. പരപ്പൻചാൽ കോൾപ്പടവിന് സബ്മേഴ്സിബിൾ പമ്പ് വേണമെന്ന ആവശ്യം പരിഗണിച്ചതായും ആവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ VN സുർജിത്ത് അറിയിച്ചു. CPM അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി KV രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ, കർഷക സംഘം നേതാക്കളായ VK പ്രദീപ്, TG ദിലീപ് കുമാർ, കൃഷ്ണൻകുട്ടി മാണിക്കത്ത്, കർഷകൻ പുഷ്പരൻ ചക്കാണ്ടൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,900 രൂപ, പവന് 63,200 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,460 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. UDF ജില്ലാ ചെയർമാനായി മുൻ MLA TV ചന്ദ്രമോഹനെ നിയമിച്ചു. 8 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് പുതിയ ചെയർമാനെ നിയമിച്ചത്. പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തുള്ളവരുമായുള്ള ബന്ധം പുതിയ ചുമതലാ നിർവഹണത്തിന് സഹായിക്കുമെന്ന് നിയുക്ത UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ. PC ചാക്കോ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് രാജി. പേരാമംഗലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തകർത്ത് 7 ലക്ഷം രൂപ കവർന്നു. വടകര പെരിങ്ങാക്കുളത്ത് വീട്ടിൽ നിന്ന് 53 പവൻ സ്വർണ്ണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാനയെ വാടാമുറി വനത്തിൽ കണ്ടെത്തി. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി മയക്കുവെടി വെച്ച് കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റിയേക്കും. മാമാങ്കത്തിനൊരുങ്ങി മച്ചാട്. കൂറയിടൽ ചടങ്ങ് നടന്നു. ഈ മാസം 18-ാം തീയതിയാണ് മച്ചാട് മാമാങ്കം. കുറ്റിയങ്കാവ് ക്ഷേത്രത്തിലെ വേല മഹോത്സവം ആവേശം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.